അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖത്മുൽ ഖുർആന്റെ 40-ാമത്തെ ക്ലാസ്സാണ്. ആലിമ്രാൻ സൂറത്തിന്റെ 153-ാമത്തെ ആയത്ത്. സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് ഖത്മ് തീർക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നമ്മളാൽ കഴിയുന്ന ചെറിയൊരു ക്ലാസ്സാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. إذ تسعدون ولا تلوون على أحد والرسول يدعوكم في أخراكم. 153-ാമത്തെ ആയത്താണ്. കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്മ് പൂർത്തീകരിക്കാനും ധാരാളം ഖത്മുകളൊക്കെ തീർക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. إذ تسعدون ولا تلوون على أحد والرسول ولا تلوون. അവിടെ വാവിന് ശേഷം ചെറിയൊരു വാവുണ്ട്, നീട്ടാനുള്ള വാവാണ്. അപ്പോൾ സാധാരണ നീട്ടുന്നത് പോലെ നീട്ടുക. ولا تلوون على أحد والرسول يدعوكم والرسول يدعوكم في أخراكم فأثابكم غما بغم فأثابكم غما بغم. അവിടെ തെൻവീനാണ്. തെൻവീന് ശേഷം ബ ആണ് വന്നിട്ടുള്ളത്. നൂനിന്റെ നിയമങ്ങൾ നമുക്കറിയാം. സുക്കൂനുള്ള നൂനിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ തെൻവീനിന്റെ നിയമങ്ങൾ രണ്ടും ഒരുപോലെയാണ്. ഗമ്മൻ എന്നവിടെ തെൻവീനാണുള്ളത്. തെൻവീനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിന്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്? സുക്കൂനുള്ള നൂൻ എന്ന് പറഞ്ഞാൽ നൂന് സുക്കൂൻ ഒന്നിരിക്കെ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സുക്കൂൻ ഉണ്ടാവില്ല. രണ്ടും സുക്കൂനാണ്. സുക്കൂൻ ഇല്ലെങ്കിലും സുക്കൂൻ ഉണ്ടെങ്കിലും. സുക്കൂൻ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ലാബാണ് നിയമം. നൂനിനെ മറിച്ച്, അല്ലെങ്കിൽ തെൻവീനാണെങ്കിൽ തെൻവീനിനെ മറിച്ച് തെൻവീനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക, നൂനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക. തെൻവീനിന്റെ സ്ഥാനത്ത് മീമ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗമ്മൻ എന്നാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പം മീമ് കൊടുത്തു എന്ന് മാത്രം. ഗമ്മൻ തെൻവീന് രണ്ട് ഫത്ഹ്, ഡബിൾ ഫത്ഹ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഉച്ചാരണത്തിൽ ഒന്ന് നോക്കി, ഗമ്മൻ മൻ എന്ന ഒരു നൂൻ അവിടെ ഉച്ചാരണത്തിൽ വരുന്നുണ്ട്. ആ ഉച്ചാരണത്തിൽ വരുന്ന നൂനിനെയാണ് മാറ്റേണ്ടത്. ഗമ്മൻ എന്ന നൂനിനെ മാറ്റിയിട്ട് മീമാക്കുക. ഗമ്മം മം ഗമ്മം ബിഗമ്മിൻ ലകൈ ലാ തഹ്സനൂ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോക്ക് താഴെയായിട്ട് കമന്റിലായിട്ട് ഒന്ന് ചോദിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ്. فأثابكم غما بغم لكي لا تحزنوا. പിന്നെ യൂട്യൂബിന്റെ പുതിയൊരു ഫീച്ചർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ എന്തെങ്കിലും ചോദിച്ചാൽ കമന്റിലായിട്ട് തന്നെ നമുക്ക് വോയിസ് വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും ഫോണിലും എത്തിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പുതിയ അപ്ഡേഷൻ ഒന്ന് എന്ത് ചെയ്താൽ യൂട്യൂബ് ഒന്ന് അപ്ഡേഷൻ ചെയ്താൽ ചിലപ്പോൾ അത് കിട്ടും. ഇൻഷാ അല്ലാഹ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. فأثابكم غما بغم لكي لا تحزنوا. فأثابكم غما എന്നുള്ളത് غمًا بغم لكي لا. തെൻവീന് ശേഷം ബ വന്നാൽ എന്താ നിയമം പറഞ്ഞ് നൂനിനെ മാറ്റി മീമായി കൊടുക്കുക. അതിന്റെ പേരാണ് ഇഖ്ലാബ്.
നൂനിന്റെ ശേഷം ലാമ് റാ വന്നാൽ, അല്ലെങ്കിൽ തൻവീന് ശേഷം ലാമ് റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ ബിഗമ്മില്ലി, തൻവീനിന്റെ ശേഷം ലാമ വന്നു, ബിഗമ്മിൻ മീ ന്, നൂനിന്റെ ശേഷം ലാമ വന്നിട്ട് അപ്പം എന്ത് ചെയ്യാ, നൂനിനെ തെൻവീനിലും ഉച്ചാരണത്തിൽ നൂനാണല്ലോ, ആ നൂനിനെ ലാമിലേക്ക് കൊടുക്കുക. ഗമ്മില്ലി, ഗമ്മിൻ എന്ന് പറയാതെ, ഗമ്മിൻ ലികൈല എന്ന് പറയാതെ, ബിഗമ്മിൻ ലികൈല, ബിഗമ്മിൻ ലികൈല തഹ്സനൂ. മനസ്സിലായില്ലേ? നേരെ കൂട്ടി യോജിപ്പിക്കാം. അവിടെ തെൻവീന് ഉച്ചാരണത്തിൽ വരാൻ പാടില്ല, നൂന് ഉച്ചാരണത്തിൽ വരാതെ ലാമു റാ വന്നാൽ നേരെ കൂട്ടി യോജിപ്പിക്കുക. ഇതുപോലെയാണ് പിന്നെ നൂനിന്റെയോ തെൻവീന്റെ ശേഷം നൗമി, നൂന്, വാവ്, മീമി, യാ എന്നീ അക്ഷരങ്ങളാണ് വന്നതെങ്കിൽ നേരെ കൂട്ടി യോജിപ്പിക്കുന്നതിന് കൂടെ മണിക്കുകയും ചെയ്യണം. കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം പോരാ. ബിഗമ്മില്ലി എന്ന് പറഞ്ഞല്ലോ, ഇവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളൂ, കൂട്ടി യോജിപ്പിക്കാനേ പറ്റുള്ളൂ ലാമ് റാ എന്ന സ്ഥലത്ത്. ഇനി ലാമിന്റെ സ്ഥാനത്ത് നൂന്, വാവ്, മീമ, യാ എന്ന ഈ അക്ഷരമാണ് വന്നതെങ്കിൽ കൂട്ടി യോജിപ്പിക്കുന്നതിന് കൂടെ മണിക്കുകയും ചെയ്യാം. അതാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയും. ലാമ് റാ എന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, മണിക്കാൻ പാടില്ല. ഇദ്ഗാമ് എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കണം, ബിലാഗുന്ന മണിക്കരുത്. ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, ബിഗുന്ന മണിക്കുകയും ചെയ്യാം. ഇനി ഇദ്ഗാമിന്റെ അക്ഷരമായ ഹംസ, ഹംസ എന്ന് പറഞ്ഞ ആ ഇ ഉ, ഹംസ, ഹ, ഹ, ഖ, ഐന്, ഐന്, ഈ 6 അക്ഷരമാണ് വന്നതെങ്കിൽ നൂനിന്റെ വ്യക്തമായിട്ട്, തെൻവീനാണെങ്കിൽ തെൻവീനിന്റെ വ്യക്തമായിട്ട് ഗമ്മൻ എന്ന് വ്യക്തമായിട്ട് പറയണം. ശേഷമുള്ളത് ഹംസ, ഹ, ഹ, ഖ, ഐന്, ഐന് 6 അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും വന്നാൽ, ഇതല്ലാത്ത ബാക്കി ഏതക്ഷരം വന്നാലും ഇഖ്ഫാ മറച്ച് മണിക്കണം. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമ്മുടെ മുമ്പുള്ള ക്ലാസ്സുകളിലേക്ക് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഉണ്ടാവും സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മുമ്പുള്ള വീഡിയോകൾ കിട്ടാൻ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആ മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ചേരണമെങ്കിൽ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ചേരണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, പ്രായ വ്യത്യാസമില്ല. എല്ലാവർക്കും പ്രായം 10, 60, 70, 80 വയസ്സുള്ള ആളുകൾ വരെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് മുതിർന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ്. പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ വരുമ്പോഴാണ് പഠിക്കാനുള്ള ഒരു നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم മദ് കാണുമ്പോൾ നമ്മൾ നീട്ടുക, മദ് മുൻഫസിലാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. വല്ലാഹു ഖബീറുൻ എന്നാണ് ഉണ്ടായിരുന്നത് അല്ലേ? ശേഷമുള്ള ബ ആയതുകൊണ്ട് ഖബീറുൻ എന്ന് മാറ്റി, റുന്ന് മാറ്റി റും ബിമ. അതിന്റെ മീമിന്റെ ചിഹ്നം കണ്ടില്ലേ, മീമാക്കി മാറ്റണം. അതുകൊണ്ടാണ് ആ ചിഹ്നം കൊടുത്തിട്ടുള്ളത്. ഈ മീം എന്ന് പറഞ്ഞാൽ അക്ഷരത്തോട്, ആ ഹർക്കത്തിനോട്, ലൊമ്മിനോട് ചേർന്നുകൊണ്ടാണ് മീം വന്നിട്ടുള്ളത്. ഇനി മേലെ കുറച്ച് മുകളിലായിട്ട് മീം വരും, അത് ഇതിൽ പെട്ടതല്ല. അത് നമ്മൾ വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട മീമാണ്. ഈ മീമിന്റെ ആ വാല് കണ്ടില്ല, താഴോട്ട് നേരെ നിവർന്നു നിൽക്കുന്ന മീമുണ്ട്. ആ മീം കുറച്ച് മേലായിട്ട് വരാം, അക്ഷരത്തിന്റെ കുറച്ച് മുകളിലായിട്ട്. ആ പദത്തിന്റെ അവസാനം നിർത്തുകയാണ്. നിർത്തിയാൽ നിർത്തേണ്ട സ്ഥലമായതുകൊണ്ടാണ് അവിടെ വഖഫുമായി ബന്ധപ്പെട്ടതാണ് അവിടെയുള്ളത്. ഇവിടെ ഇത് നൂന് തെൻവീനിനെ മാറ്റി മീമാക്കി കൊടുക്കണം. ഇനി ചെറിയ നൂനിന്റെ മുകളിലായിട്ടും വരും ഈ വാല്, താഴോട്ടുള്ള മീമ. അതിന്റെ അർത്ഥം എന്താണ്? അതൊന്നും ഇപ്പൊ നമുക്ക് വിഷയമല്ല. നമ്മൾ നിയമം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മീം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇനി ഏത് അറബി വാക്ക് പിന്നെ വായിക്കുകയാണെങ്കിലും ഏറ്റവും നല്ലത്, ഇനിയിപ്പോ ഒരു മൗലിദ് ആയിക്കോട്ടെ മറ്റുള്ളതായിക്കോട്ടെ, നമ്മള് ഓതുന്ന സമയത്ത് അവിടെ നിന്ന് പോയി നിയമങ്ങൾ അത്ര കർശനം അല്ലെങ്കിലും എങ്കിലും നിയമങ്ങളൊക്കെ പാലിക്കുകയാണ് ഏറ്റവും എന്ത് ചെയ്യാ നല്ലത്. അപ്പൊ അവിടെയും മിൻ ബാദി എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യാം, മിൻ ബാദി എന്ന് ഓതാതെ
പിന്നെ ഞാൻ പാട്ടിനനുസരിച്ച് ബെയ്ത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഒക്കാൻ വേണ്ടി എന്ത് ചെയ്യാം. പിന്നെ മൻ റബ്ബുക എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താ പറയാ, മർ റബ്ബുക അല്ലേ. നമ്മൾ സാധാരണ ഇങ്ങനെ പറയണ്ടേ, അവർ ചോദ്യം ചെയ്യപ്പെടുമ്പോ ഇല്ലേ, മർ റബ്ബുക, മർ റബ്ബുക, നിന്റെ റബ്ബാരാണ് അല്ലേ. മൻ റബ്ബുക എന്ന് ചോദിക്കരുത്, പറയരുത്. മർ റബ്ബുക, മിർ റബ്ബിക. ഇതാണ് എന്ത് ചെയ്യണ്ടേ. അത് നമ്മള് അറബിയിലൊക്കെ വായിക്കുമ്പോ കഴിവിന്റെ പരമാവധി അങ്ങനെയാണ് വായിക്കേണ്ടത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഓത്തിലേതായാലും അത് നിർബന്ധമാണ്, അത് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ചിഹ്നമുണ്ടെങ്കിലും ചിഹ്നമില്ലെങ്കിലും തൻവീനിന്റെ ശേഷം ബാ വന്നാൽ നിയമം ഇതാണ്. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. إذ تسعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. 154 ثم أنزل عليكم من بعد الغم ثم أنزل عليكم من بعد الغم أمنة نعاسا ثم شد الميم മണിക്കണം, شد النون മണിക്കണം. അൻസല നേരത്തെ പറഞ്ഞ അക്ഷരത്തിൽപ്പെട്ടതല്ല, ഇഖ്ഫാന്റെ അക്ഷരത്തിൽപ്പെട്ടതാണ്. അൻസല, അൻസല എന്ന് പറഞ്ഞാൽ വെളിവായി ഇദ്ഹാറാക്കാൻ പാടില്ല. സായി വന്നാൽ ഇഖ്ഫാ ചെയ്യണം. അൻസല അലൈക്കും, മീമിന്റെ ശേഷം മീം വന്നു അല്ലേ. ഇവിടെ എന്താ നിയമം, ഒന്ന് കമന്റിലായിട്ട് അറിയിക്കുക. നമുക്കൊക്കെ അറിയുന്നതാണ്. മീമിന്റെ ശേഷം മീം വന്നാൽ ആ നിയമത്തിന്റെ പേരൊന്ന് എന്ത് ചെയ്യാ, ഒന്ന് കമന്റ് ആയിട്ട് എഴുതാം. മിൻ ബഅദ്, അവിടെ കണ്ടില്ലേ നൂനിന്റെ ശേഷം ബ വന്നു. അവിടെ മുകളിൽ ഒരു ചെറിയ മീമുണ്ടല്ലോ, എന്താ ചിഹ്നം, ആ നൂന് മാറ്റിയിട്ട് മീമായി കൊടുക്കണം. കാരണം എന്താ, ശേഷമുള്ളത് ബ ആയതുകൊണ്ട്. മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസ, അമന അവിടെ നിർത്തുമ്പോ ആയതുകൊണ്ട് അവിടെ അമന. മിൻ ബഅദിൽ ഗമ്മി അമനതൻ നുആസ, ശദ്ദുള്ള മീമാണ് മണിക്കണം. ഗമ്മി അമനതൻ നുആസ, അമനത്തൻ എന്ന തൻവീന് വന്നു. തൻവീനേഷൻ നൂനാണ് വന്നത്. നൗമി നൂന് വാവ് മീമയായി നേരെ കൂട്ടി യോജിപ്പിക്കുക. അമനതൻ കൂട്ടി യോജിപ്പിക്കുക, മണിക്ക. അമനതൻ നുആസ, തൻവീൻ ഫത്ത് ആയതുകൊണ്ട് നിർത്തുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ തൻവീൻ ഫത്തും നീട്ടാനുള്ള സ്ഥലവും പിന്നെ ഹാത്താനുള്ള സ്ഥലവും എന്ത് ചെയ്യാം, നിർത്തുമ്പോൾ താഗ് മാറിയിട്ട് ഹ ആയിട്ട് മാറും. തെൻവീൻ ഫത്തുകളുടെ സ്ഥലത്തും നീട്ടാനുള്ള സ്ഥലവും അങ്ങനെ നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. നുആസ, തെൻവീൻ ഫത്ത് നുആസ, നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാ, യഗ്ഷ, 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 അവിടെ നീട്ടാനുണ്ട്, നീട്ടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാ, സുക്കൂൻ ചെയ്യാം. മിൻ ബഅദ്, ദാലിന് കസറാണുള്ളത്, നിർത്തുമ്പോൾ സുക്കൂൻ കൊടുക്കുക. അതും ഒന്ന് ശ്രദ്ധിക്കുക. അമനതൻ നുആസൻ യഗ്ഷ ത്വാഇഫതൻ മിൻകും, അടക്ക മീമിനെ മണിക്കണം. നൂന്റെ ശേഷം കാഫ് ഒന്ന് ഇഖ്ഫാ ചെയ്യണം, മറച്ച് മണിക്കണം. അതൊക്കെ ത്വാഇഫതൻ മിൻകും, മീമിന് ശബ്ദ വരാൻ കാരണം തെൻവീന്റെ ശേഷം മീം വന്നു. നൗമി കൂട്ടി നിയം യോജിപ്പിക്കണം, മണിക്കുകയും ചെയ്യണം.
وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية ശബ്ദമുള്ള നൂനൊക്കെ മണിക്ക ഗൈറൽ കൂട്ടി വെക്കൽ എങ്ങനെ ഗൈറൽ അതിൻ്റെ അടിയിൽ ഒരു വസലിൻ്റെ അംശം ഉണ്ട് അത് എവിടെ വന്നാലും മുമ്പുള്ള വാക്കിനോട് ചേർത്തിയിട്ടാണ് വായിക്കുന്നതെങ്കിൽ ആ അലിഫ് അവിടെ ഇല്ലാത്തതുപോലെ ഉച്ചരിക്കണം ഗൈറൽ ഹഖ് ളന്നൽ ജാഹിലിയ്യ يقولون هل لنا من الأمر من شيء قل إن الأمر كله لله من شيء അവിടെ ഇഖ്ഫാ ചെയ്യണം അല്ലേ നൂന്റെ ശേഷം ഷീൻ വന്നു قل إن الأمر كله لله ഇന്ന ശബ്ദ് മണിക്കണം ശബ്ദുള്ള നൂനാണ് മണിക്കണം ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണ്ട കുല്ല എന്ന് പറഞ്ഞ് മണിക്കണ്ട അവിടെ മണിക്കണ്ട കട്ടി കൊടുത്താൽ മതി കുല്ലഹൂലില്ല അങ്ങനെയുണ്ട് ചില മണിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തും പോയിട്ട് മണിക്കും അതൊന്നും ഒഴിവാക്കണം കുല്ലഹൂലില്ല അവിടെ നീട്ടാൻ ചെറിയൊരു വാവുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ يخفون في أنفسهم ما لم يبدون لك في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل മീമിനെ ശ്രദ്ധിക്കണം മീമിന്റെ നിയമങ്ങൾ മീമിന്റെ ശേഷം മീം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക മീമിന്റെ ശേഷം ബ വന്നാൽ ഇഖ്ഫാ ചെയ്യുക മീമിന്റെ ശേഷം ബാക്കി 26 അക്ഷരങ്ങൾ ഏത് വന്നാലും മീം വ്യക്തമായിട്ട് പറയണം സുക്കൂനുള്ള മീമാണ് പറഞ്ഞത് ഫീ ബുയൂതികും എന്ന് പറഞ്ഞ് ചുണ്ടു കൂട്ടണം ശേഷമുള്ളത് ഇദാറിന്റെ അക്ഷരമായ ലാം അല്ലേ ഇദാറിന്റെ 26 അക്ഷരം ഉണ്ട് അതിൽപ്പെട്ടതാണ് ലാം في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم عينان പിന്നെ ഹ ആണ് وليبتلي الله ما في صدوركم يبتلي യാന് ഫത്ത് ഉണ്ട് യാന് പുള്ളിയില്ല അപ്പൊ ഈ ഏത് അക്ഷരം കൺഫ്യൂഷൻ ആകണ്ട അത് യാ ആണ് وليبتلي الله ما في صدوركم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور ثم أنزل عليكم من بعد الغم عمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا നീട്ടാറുള്ള സ്ഥലമാണ് ഹാഹുന നീട്ടാറ് പറഞ്ഞാൽ ചെറിയൊരു നീട്ടല് അലിഫാണല്ലോ
قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. 155 إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان. تولوا واو سكون لو تولوا منكم يوم التقى കൂട്ടി വായിക്കൽ ഇങ്ങനെ യൗമൽ തഖൽ അങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകണം, ഒരു പോക്കാണ് പോകണം, എവിടെ നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെ ആലോചിക്കരുത്. യൗമൽ തഖൽ ജംആനി ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താൻ. ഇന്നമാ എന്നാണുള്ളത്. കൂട്ടി വായിക്കുമ്പോൾ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നെ സുക്കൂന വന്നിട്ടുള്ളത്. ഇന്നമസ് അങ്ങനെയുള്ള സ്ഥലത്ത് ഇന്നമാസ് എന്ന് വായിക്കരുത്. ഇന്നമസ് ആ അലിഫ് ഉണ്ടാവുകയില്ല. ഇന്നമാ എന്നുള്ള നീട്ടാനുള്ള അലിഫ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവുകയില്ല. ഇന്നമസ്തസല്ലഹുമുശ് ശൈത്താനു ബിബഅദി മാ കസബു വലഖദ് അഫല്ലാഹു അൻഹും ഇന്നല്ലാഹ ഗഫൂറുൻ ഹലീം. ശബ്ദമുള്ള നൂനാണ് മണിക്കണം. ഗഫൂറുൻ തൻവീനാണ് വെളിവാക്കണം. ശേഷമുള്ള ഹ ആണ്. ഹംസ ഹ ഒന്നു തൻവീനേശം ഇദ്ഗാർ ചെയ്യണം, വ്യക്തമാക്കണം. ഗഫൂറുൻ ഹലീം. إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنهم إن الله غفور حليم. 156 يا أيها الذين آمنوا لا تكونوا كالذين كفروا. കൂടുതലൊന്നും പറയുന്നില്ല, ഓതി ഇങ്ങനെ പോവാണ്. അല്ലാതെ കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സംശയങ്ങൾ ഉള്ള ഭാഗങ്ങൾ കമന്റിലായിട്ട് യൂട്യൂബിൽ തന്നെ ചോദിക്കാം. യൂട്യൂബിൽ തന്നെ മറുപടി കഴിവിന്റെ പരമാവധി നൽകുന്നതായിരിക്കും. كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا تنوين فتحان غزا തൻവീൻ ഫത്ത് നിർത്തുമ്പോൾ ഗുസ്സ ഒരു അലിഫ് കൊടുത്തിട്ടാണ് നിർത്തേണ്ടത്. ഗുസ്സല്ല തൻവീന്റെ ശേഷം ലാം വന്നു. കൂട്ടി വായിക്കുമ്പോൾ അവിടെ നിർത്താതെ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഗുസ്സല്ല ഗുസ്സല്ല ഗുസ്സല്ലൗ കാനൂ ഇൻദനാ മാ മാതു വമാ ഖുതിലൂ ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. رأينا الترقيق جيرا بصير. رأينا الترقيق جيرا بصير. റൈന സുക്കൂൻ വന്ന് നിർത്തിയപ്പോൾ തൻവീൻ ലൊമ്മാണല്ലേ, തൻവീൻ ലൊമ്മിനെ സുക്കൂൻ കൊടുക്കണം നിർത്തുമ്പോൾ. തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ ആണ്, അതിന്റെ മുമ്പ് കസറാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തർക്കീക്ക് ചെയ്തിട്ടാണ് ഓതേണ്ടത്. ബസീർ ബസീർ എന്ന് പറയരുത്, ബസീർ. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير.
157 വലഇൻ ഖുതിൽതും ഇഖ്ഫാ ചെയ്യണം. ഖുതിൽതും അവിടെ മീം ഇദ്ഹാർ ചെയ്യണം, വ്യക്തമാക്കണം. ഖുതിൽതും ഫീ ചുണ്ടു പൂട്ടിയതിനു ശേഷം ആയ പൂട്ടിയതിനു ശേഷം ഫീ എന്ന് പറയാം. ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറതും മിനല്ലാഹി വറഹ്മഹ് വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. വറഹ്മത്തുൻ ശേഷമുള്ള ഖ ഇദാന അക്ഷരമാണ്. വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. ഒന്നുകൂടി. വലഇൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറതും മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തുഹ്ശറൂൻ. വലഇൻ ഇത് കാവം ബിഗുന്നയാണ്. നൂനിന്റെ ശേഷം മീം വന്നു. നൗമി നൂന് വാവ് മീമിയ കൂട്ടി വജിപ്പിക്ക മണിക്ക. വലഇൻ മുത്തും ഔ ഖുതിൽതും ലഇലല്ലാഹി തുഹ്ശറൂൻ. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب. فظا غليظ القلب. تنوين اسم غينان. فظا غليظ القلب لانفضوا. فبما رحمة അവിടെ ഇത് ഗംഭീരതയാണ്, കൂട്ടി യോജിപ്പിക്കുക, നിർത്തുന്നില്ല എങ്കിൽ. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. لانفضوا من حولك فاعفوا فآنا فإنا فأون ഒന്നും പറയില്ല. ആ അലിഫ് വസ്ലിൻ ഹംസ ഒഴിവാകുന്നതാണ്. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. റാഇന് സുക്കൂന് മുമ്പ് കസ്ർ തർഖീഖ് ചെയ്യണം. വസ്തഗ്ഫിർ ലഹും വശാവിർഹും. രണ്ട് സ്ഥലത്ത് തർഖീഖ് ചെയ്യണം. റാഇന് സുക്കൂന് മുമ്പ് കസ്ർ. വശാവിർ നിയമവിരുദ്ധമായ സ്ഥലങ്ങളുണ്ട്, ഇതിന് വിപരീതമായിട്ട് വരുന്ന സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. റാഇന് സുക്കൂന് മുമ്പ് കസ്ർ വന്നാൽ തർഖീഖ് ചെയ്യണം. വസ്തഗ്ഫിർ എന്ന് പറയരുത്. വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. فإذا عزمت فتوكل على الله إن الله يحب المتوكلين. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر. അവിടെ നിർത്തുന്നില്ലെങ്കിൽ وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. 160 ഇൻയൻസുറുക്കും. റാഇന് സുക്കൂന് മുമ്പ് ലമ്മാണ്, തഫ്ഖീം തന്നെ ചെയ്യണം. അവിടെ ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം ചെയ്ത് ബിഗുന്നയാണ്, ഇദ്ഗാമും ബിഗുന്നയാണ്. അവിടെ ഇഖ്ഫാണ്. യൻസുർ ഇഖ്ഫാ, നൂനിന് ശേഷം സ്വാദാണ് വന്നിട്ടുള്ളത്. യൻസുറുക്കുമുല്ലാഹ്
إن ينصركم الله فلا غالب لكم ينصرون لا ينصركم الله فلا غالب لكم അത് നമ്മൾ ഉച്ചാരത്തിൽ ചിലപ്പോൾ സുറൂന്നാകാൻ സാധ്യത യൻസുറു അങ്ങനെ ചില പദങ്ങളുണ്ടല്ലോ ഇത് അതല്ല യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദിഹി നേരത്തെ പറഞ്ഞ് യൻസുർ എന്നുള്ളതാണ് റാഇന് സുക്കൂനാണ് ഇവിടെ താഴെ കണ്ടില്ലേ യൻസുറു അവിടെ ലമ്മാണ് രണ്ടും വ്യത്യാസമുണ്ട് ആ രണ്ടും വ്യത്യാസം ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ രണ്ടും ഒരുപോലെ ഉച്ചരിക്കാൻ പാടില്ല ഒന്ന് റാഇന് സുക്കൂനാണ് മറ്റൊന്ന് റാഇന് ലമ്മാണ് യൻസുറുകും മിൻ ബഅദിഹി മീമിന്റെ ശേഷം മീമൊന്ന് ഇദ്ഗാം ബിഗുന്നയാണ് അതിന് ശേഷം നൂനിന്റെ ശേഷം ഭാവം ഇഖ്തിലാബാണ് നൂനിനെ മാറ്റി മീമായി കൊടുക്കണം മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും وإن يخذلكم فمن ذا الذي ينصركم من بعده فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون 161 وما كان لنبي എന്ന് പറയുന്നത് ലിനബിയ്യിൻ അയ്യഗുൽ തൻവീന്റെ ശേഷം ഹംസ ഒന്ന് ഇദാറ് ചെയ്യണം വ്യക്തമാക്കാം ലിനബിയ്യിൻ وما كان لنبي أن يغل وما كان لنبي أن يغل തൻവീനാണ് തൻവീന് ശേഷം ഇദാറ് ചെയ്യണല്ലേ ഹംസ وما كان لنبي നബി നീട്ടരുത് لنبي أن يغل ومن يغلل يأتي بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون وما كان لنبي أن يغل وما كان لنبي أن يغل وما كان لنبي أن يغل ومن يغلل يأتي بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون 162 أفمن اتبع رضوان الله أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير നേരത്തെ പറഞ്ഞ പോലെ മസീർ തർക്കീക്ക് ചെയ്യണം هم درجات عند الله والله بصير بما يعملون يقلاب جينا درجات إظهار جينا عند الله إخفاء جينا ارتيابو مدى عارضانه عند الله والله بصير بما يعملون نون سكونه
തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മദ് ആരിദ് വരുന്നതാണ്. 164 163 നോക്കി. ഹും ദറജാതുൻ ഇൻദല്ലാഹ് വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. 164 لقد من الله على المؤمنين إذ بعث فيهم رسولا. تنوين فضل നിർത്തിയപ്പോൾ رسولا. من الله شد الله نونان من أنفسهم يتلو عليهم آياته يتلو عليهم آياته يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. 165 أولما أصابتكم مصيبة قد أصبتم مثليها قلتم أن هذا قل هو من عند أنفسكم إن الله على كل شيء قدير. ترقيق جيران. إن الله على كل شيء قدير. إخفاء جيران. أولما أصابتكم مصيبة إدغام بغنى قد أصبتم مثليها قلتم أن هذا نتعلم الله سلام عليكم هذا قل أن هذا قلتم أن هذا قل هو من عند أنفسكم قل هو من عند أنفسكم إن الله على كل شيء قدير. صدق الله. الله سبحانه وتعالى നാം ഓതിയ ഖിറാഅത്തിനെ നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സർവ്വ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകുക അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു തആല ഏറ്റെടുത്ത് സലാമത്തിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും രോഗങ്ങൾ റഹ്മാനെ റബ്ബേ നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ, പരിപൂർണമായിട്ടും ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇബാദത്തുകൾ മുടക്കുന്ന ഒരു രോഗം ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും ആഖിബത്തിനെ നന്നാക്കി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടം കൊണ്ട് വരയുന്നവർ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കുടുംബപരമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ പ്രയാസങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങളും നീക്കി ഞങ്ങൾക്ക് നീ സലാമത്തും ഇസ്സത്തും നീ റാഹത്തും സന്തോഷവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ കാര്യത്തിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം ഖത്മുകൾ തീർക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, ഉപ്പമാർ, ഉമ്മമാർ, കുട്ടികളൊക്കെ ഉണ്ട്. അല്ലാഹു തആല നീ സ്വീകരിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് 153 ആയത്ത് മുതൽ 165 വരെ നമുക്കൊന്നും കൂടി പാരായണം ചെയ്യാം. നമ്മുടെ ക്ലാസ് 3 ഖത്മെങ്കിലും തീരുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ ഓതി തീർക്കുകയും ചെയ്യാം. 3-ൽ കൂടുതൽ പ്രാവശ്യമോ വീണ്ടും ആവർത്തിച്ച് ഓതുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ പുണ്യവും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓത്തും ഒക്കെ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ആളുകൾ പിന്നെ പ്രത്യേകിച്ച് പ്രായമുള്ളവരൊക്കെ വിഷയങ്ങൾ പറയുന്നു മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോൾ അത് മൈൻഡിൽ നിൽക്കുന്നില്ല എന്നുള്ള പ്രശ്നം പിന്നെ പറയുകയുണ്ടായോ. അള്ളാഹു തആല ആ പ്രയാസങ്ങളൊക്കെ നീക്കി പിന്നെ കൂടുതൽ ഇങ്ങനെ പ്രാവശ്യങ്ങൾ കേൾക്കുമ്പോൾ
വിശുദ്ധ ഖുർആനോ ഒക്കെ ആണല്ലോ നമ്മൾ ആ പഠിക്കാനുള്ള ഉദ്ദേശം നമുക്കൊക്കെ ഉണ്ടല്ലോ. അള്ളാഹുത്തല അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുത്തല പൂർണ്ണമായിട്ടും കഴിവിൻ്റെ പരമാവധി മനോഹരമായിട്ടൊക്കെ പാരായണം ചെയ്യാനും അത് എന്നൊന്നും ഓർമ്മയിൽ നിൽക്കുന്ന രൂപത്തിലേക്ക് മാറാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 153-ാമത്തെ ആയത്ത് മുതലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذ تسعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم والله خبير بما تعملون. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنهم إن الله غفور حليم. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. ولئن قتلتم في سبيل الله أو متم لمغفرة من الله ورحمة خير مما يجمعون. ولئن متم أو قتلتم لإلى الله تحشرون. فبما رحمة من الله لنت لهم
ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين إن الله يحب المتوكلين إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون وما كان لنبي أن يغل ومن يغلل يأت بما غل يوم القيامة ثم توفى كل نفس ما كسبت وهم لا يظلمون أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير هم درجات عند الله والله بصير بما يعملون لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين أولما أصابتكم مصيبة قد أصبتم مثليها قلتم أنى هذا قل هو من عند أنفسكم إن الله على كل شيء قدير صدق الله تقبل الله منا ومنكم